ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശമായ അഞ്ചുരുളിയിലും പരിസര പ്രദേശവും സഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. വനത്താൽ ചുറ്റപ്പെട്ട തുരുത്തുകളടക്കം മികച്ച അനുഭവം സഞ്ചാരികൾക്ക് സമ്മാനിക്കും. ഇതോടെ സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തി മടങ്ങുന്നത്. സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു പ്രദേശമാണ് അഞ്ചുരുളി മുനമ്പ്. കാനന പാതകൾ താണ്ടി ഇവിടേക്ക് എത്തുമ്പോൾ പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ചകളാണ് ഓരോ സഞ്ചാരിയെയും കാത്തിരിക്കുന്നത്. പച്ചപ്പ് വിരിച്ച് നീണ്ടുകിടക്കുന്ന മുനമ്പിന്റെ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇതിലൂടെ നടന്നു ചെല്ലുന്നത് കടലിന് സമാനമായി അനുഭൂതി പകരുന്ന അഞ്ചുരുളി മുനമ്പിലാണ്. ഓളം തല്ലുന്ന വെള്ളം തിരമാലകളുടെ പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. അതോടൊപ്പം പൂർവികരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തതിന്റെ അടയാളങ്ങൾ എന്ന് വിശ്വസിക്കുന്ന മുനിയറകളുടെ ശേഷിപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ നിരവധി നന്നങ്ങാടികളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം അഞ്ചുരുളി തുരങ്കത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടവും ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ വിവിധ ഭാഗങ്ങളും കരടിയള്ള് എന്നറിയപ്പെടുന്ന ഗുഹയുമെല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ്. മേഖലയിൽ നിരവധി ആളുകൾ രാത്രിയിലും പകലുമായി എത്തുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെ വനം വകുപ്പ് ഇവിടേക്കുള്ള സന്ദർശനം വിലക്കിയിരുന്നു. എന്നാൽ ചിലർ വിലക്കുകൾ ലംഘിച്ച് മേഖലയിൽ അതിക്രമിച്ചു കയറുന്നത് തുടർച്ചയായി. സാമൂഹ്യ വിരുദ്ധരായവർ മാലിന്യത്താലും ഈ മേഖലയെ വികൃതമാക്കിയിരുന്നു. കൂടാതെ മേഖലയിലെ അപകടാവസ്ഥയും ആളുകൾക്ക് ഇവിടേക്ക് വിലക്കേർപ്പെടുത്തുന്നതിന് കാരണമായി. നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടെ എത്താൻ തുടങ്ങിയതോടെ പലപ്പോഴും വനം വകുപ്പിന് ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്തേക്കെത്തി. ഈ സാഹചര്യമാണ് ഇവിടെ പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതി നടപ്പിലാക്കണമെന്ന ആശയത്തിലേക്ക് വനപാലകരെ എത്തിച്ചത്. തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ ഉന്നതാധികാരികൾ അനുമതി നൽകി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വനാതിർത്തിയിലേക്ക് കടന്നു കയറുക, മാലിന്യങ്ങൾ തള്ളുക, അതുപോലെ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുമൂലം ഇവിടെയുള്ള ആളുകൾക്ക് സ്വൈരജീവിതം നയിക്കുന്നതിനുള്ള ഒരു ഗുണവും കൂടി ഉണ്ടാകും. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ മാലിന്യ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഈ ടൂറിസം ഇല്ലാതെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അവരുടെ പേരിലാണ് നമ്മൾ കേസ് ചാർജ് ചെയ്യുന്നത്, അല്ലെ? വനത്തിൽ അതിക്രമിച്ച് കടന്നു എന്ന രീതിയിലുള്ള കേസും കൂടെ ചാർത്തപ്പെടും. അപ്പം അതൊന്നും എല്ലാം ഒഴിവായിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഗൈഡുകളുണ്ട്. അവിടെ കുറേ കാര്യങ്ങളും കൂടെ കാണാനുണ്ട്. അപ്പം ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കിവിടെ മെച്ചപ്പെടുത്താനുണ്ട്. അത് വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും നല്ല പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് ഈ പ്രദേശത്തെ ആകെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കുമെന്നുള്ള പ്രത്യാശയാണ്. 10 പേരടങ്ങുന്ന SAG രൂപീകരിച്ച് അതിന്റെ പിന്തുണയോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുക. മുനമ്പ് കാണാനെത്തുന്നവർക്ക് സുരക്ഷയൊരുക്കാൻ 4 ഗൈഡുമാർ ഉൾപ്പെടെ മേഖലയിലുണ്ടാകും. കൂടാതെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്നും നൽകും. നമ്മൾ നിൽക്കുന്ന സ്ഥലം മുനമ്പ് പേഴുങ്കണ്ടം മുനമ്പ് ഭാഗമാണ്. ഇവിടെ നിന്നൊരു 900 മീറ്റർ താഴത്തേക്ക് വനമേഖലയിലൂടെ പോയി കഴിയുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ ധാരാളം വിനോദസഞ്ചാരികൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിലവിൽ ഇവിടെ നമുക്ക് വനത്തിൻ്റെ നിയമങ്ങളുടെ പ്രകാരം നമുക്കിവിടെ കയറിപ്പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പക്ഷേ ഇവിടെ നമ്മുടെ വനംവകുപ്പിൻ്റെ കൺട്രോളിൽ നിൽക്കാതെ, അതായത് ഈ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഇതിലൂടെ കയറിപ്പോകാറുണ്ട്. പല ആളുകളെയും ഞങ്ങൾ കണ്ട് അവരെ തിരിച്ച് വിടാറുണ്ട്. പക്ഷേ നമുക്കത് ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടാണ്. കുറച്ച് ഒരു 6-7 മാസക്കാലമായി കണ്ടമാനം വിനോദസഞ്ചാരികൾ വരുന്നു. അതുപോലെ ഇവർ ഈ ഭാഗങ്ങളിൽ വരുന്നവരെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളൊക്കെ ഇടുന്നു. പിന്നെ ഇവരുടെ ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നോക്കി ഞങ്ങൾ ഇവിടെ ഒരു നിയന്ത്രിത ടൂറിസം, അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ ഒരു ടൂറിസം വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു പദ്ധതി രൂപീകരിച്ച് കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് കൊടുത്തിരുന്നു. അത് നമ്മൾ കൊടുത്തത് അഞ്ചുരുളി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് അത് തയ്യാറാക്കി കൊടുത്തത്. ഈ അയ്യപ്പൻകോൽ റേഞ്ചിലുള്ള 6 സമിതികളുടെ ഒരു സമിതിയാണ് വനസംരക്ഷണ സമിതി. അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ആ വനസംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഈ ഒരു മുനമ്പ് ടൂറിസ്റ്റ് സൈറ്റ് എടുത്ത് നടത്താമെന്നും അവിടെ ചെറുപ്പക്കാരായ ആളുകൾ മുന്നിട്ടിറങ്ങി വരികയും അവിടുത്തെ പ്രസിഡന്റും ചെറുപ്പക്കാരും കൂടെ കൂടി ഇതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ തുടങ്ങുകയും ഇതിനിടയിൽ ബഹുമാനപ്പെട്ട കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ രാജേഷ് ഐവസ് അവറുകൾ ഒരു താൽക്കാലിക അല്ലെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ടൂറിസം നടപ്പാക്കാനുള്ള ഒരു അനുമതി തരികയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ സ്ഥലത്തെ വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട ബിജു കപ്പലുമാക്കൽ എന്നിവരുമൊത്ത് ആലോചിക്കുകയും അപ്പോൾ അവരുടെ എല്ലാ പിന്തുണയും വരികയും അവർ ഇത്തരം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള മാലിന്യങ്ങൾ കുറയ്ക്കാനും വരുന്ന ആളുകൾക്ക് സുരക്ഷയും കൂടാതെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കടന്നുകയറ്റവും പിന്നെ കാട്ടുതീ പിന്നെ വന്യമൃഗങ്ങളിൽ നിന്നുള്ള സുരക്ഷ അങ്ങനെ
നിരവധി കാര്യങ്ങൾ ഇവിടെ കടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനെല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇവിടെ പ്രദേശവാസികളുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് കൂടുകയും അവരുടെ പൂർണ്ണ പിന്തുണ ഇതിനകത്തുണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് പദ്ധതി വിജയകരമാകുകയാണെങ്കിൽ MP, MLA, ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ ഉൾപ്പെടെ ഫണ്ടുകൾ ഉപയോഗിച്ച് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസന മേഖലയിൽ ഒരുക്കി സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും തീരുമാനമുണ്ട്.